ഹലോ. അപ്പോൾ ഇന്ന് നിലമ്പൂർ ഒരു കല്യാണം ഉണ്ട് കേട്ടോ. ആക്ച്വലി ഇന്നല്ല, 2 ഡേയ്സ് മുമ്പ് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. വെയ്യാത്തോണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. എന്താ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ ഞങ്ങളിത് ഇങ്ങനെ ഒരു വാച്ചിൻ്റെ ഷോപ്പ് കണ്ടപ്പോൾ ഇവിടെ തന്നെ കയറി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നല്ല വാച്ചൊക്കെ സെലക്ട് ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെന്ന ഉടനെ തന്നെ വെൽക്കം ഡ്രിങ്ക് കുടിച്ചു. പിന്നെ ചെക്കനും പെണ്ണും ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാണ് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം ഫുഡ് കഴിക്കാനിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തുള്ളതിലൊക്കെ മന്തി കഴിക്കുമ്പോൾ ഞാനിത് ബീഫ് ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. കൂടെ നല്ല സാലഡും നല്ല അച്ചാറും ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇതാ പുറത്ത് ഐസ്ക്രീമും ഗുലാബ് ജാമും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും 2 ഗുലാബ് ജാമൊക്കെ വാങ്ങിച്ചു. അപ്പോഴേക്കും അവർ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഫാമിലി ഫോട്ടോ എടുക്കുകയാണ്. പിന്നെ നമ്മളിതാ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് നമ്മൾ സ്റ്റേജിൽ പോയിട്ട് ഗിഫ്റ്റൊക്കെ കൊടുത്തു. 2 ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടുന്ന് പോരുന്ന വഴിക്കാണ് കേട്ടോ ഈ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ കണ്ടത്. ഏകദേശം മന്തിയും ബിരിയാണിയൊക്കെ കഴിച്ച് എല്ലാവരുടെ വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. എന്നാലും ഇതുപോലെ മാങ്ങ കാണുമ്പോൾ കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരെണ്ണം വാങ്ങിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തേക്ക് മ്യൂസിയം കാണാൻ വേണ്ടിങ്ങാണ്ട് പോയി. അവിടെ ചെന്നപ്പോഴാണ് കേട്ടോ മനസ്സിലായത് അവിടെ എന്തോ വർക്ക് നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഫുൾ ഓപ്പൺ അല്ല എന്നുള്ളത്. എന്തായാലും ഇറങ്ങിയതല്ലേ എന്ന് വിചാരിച്ച് കുറേ നടന്നു. കുറച്ചെത്തിയപ്പോൾ വീണ്ടും ഇതേപോലെ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത്രയും നേരം കഴിക്കാത്തവരൊക്കെ ഇപ്പം മാങ്ങയൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. എനിക്കെന്തായാലും മാങ്ങിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നെല്ലിക്കയായിരുന്നു. അപ്പം നേരത്തെ മാങ്ങ കഴിച്ചുകൊണ്ട് ഞാനിപ്പം നെല്ലിക്കയാണ് കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ഓറഞ്ച് സോഡ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓറഞ്ച് സോഡ മാത്രമല്ല, ഇതുവരെ ഞാൻ കുടിക്കാത്ത റൈറ്റാണ് പച്ചമാങ്ങ ജ്യൂസ്. പിന്നെ ഉമ്മച്ചിക്കും വാപ്പാക്കും ഒക്കെ ചായയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ ചെറിയൊരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു ഐസ്ക്രീം കണ്ടപ്പോൾ ഐസ്ക്രീം കഴിക്കാനൊരു പൂതി, അതും വാങ്ങിച്ച് തിരിച്ചു വരുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഇറങ്ങും കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഞാൻ ഇവിടുത്തെ മാർക്കറ്റ് സിറ്റി കയറിങ്ങാണ്ട് എല്ലാവർക്കും ഒരു ഔൽ മിൽക്ക് വാങ്ങിച്ചു കൊടുത്തു. ഇതോടെ പരിപാടി അവസാനിപ്പിച്ചു. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ.